നമസ്തേ, സ്വാഗതം ടോപ്പ് 7 വരുന്ന അരമണിക്കൂറിൽ ഒരു പകൽ നേരം സംഭവിച്ച വാർത്തകളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോക്കാം ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. നൊന്തിട്ടും വെന്തിട്ടും മതിയാകാതെ പാകിസ്ഥാൻ. പഹൽഗാം മാതൃകയിൽ വീണ്ടും ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ പദ്ധതിയിട്ടെന്ന വിവരം. പാക് നീക്കത്തിന്റെ സൂചന നൽകി കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ്. എന്തിനും തയ്യാറായിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി അനങ്ങിയാൽ തിരിച്ചടി താങ്ങില്ലെന്നാണ് പാകിസ്ഥാന് ഭാരതം നൽകുന്ന മുന്നറിയിപ്പ്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും. ജിഷ്ണു, ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിൽ ഭാരതം നടത്തിയതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. 3 ദിവസം നീണ്ടുനിന്ന ആ വലിയ ഐതിഹാസികമായ പോരാട്ടത്തിൽ പാകിസ്ഥാന് കൃത്യമായി ഭാരതത്തിൻ്റെ സൈനിക ശേഷി എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല, വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പാണല്ലോ സൈന്യം ഇപ്പോൾ നൽകുന്നത്. ജിഷ്ണു, ഗൗതം, പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായിട്ടുള്ള അക്രമങ്ങൾ ഭാരതത്തിൽ നടത്താൻ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സൈന്യം നൽകിയിട്ടുള്ളത്. സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡ് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ജാഗ്രത അതിർത്തിയിൽ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം അതിർത്തി മേഖലയിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിശക്തമായിട്ടുള്ള മറുപടി, അതായത് പാകിസ്ഥാന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത മറുപടിയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകിയത്. അത് വലിയ നാണക്കേട് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരുന്നു. അന്താരാഷ്ട്ര വേദികളിൽ എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തിനകത്ത് പോലും പാകിസ്ഥാന് അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പഹൽഗാമിന് സമാനമായും സാധാരണക്കാരെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഭാരതത്തിനകത്ത് ഭീകരാക്രമണം നടത്താൻ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് ആസൂത്രണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വെസ്റ്റേൺ കമാൻഡ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും പ്രകോപനമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും അത് വ്യക്തമാക്കിയിരുന്നു. ഇനി രാജ്യത്തിന്റെ പരമാധികാരത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളി ഉണ്ടായാൽ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത മറുപടി, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി ബാക്കിയില്ലാത്ത രീതിയിലുള്ള മറുപടി ഭാരതം നൽകും എന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകുകയും ഇനി അനങ്ങിയാൽ തീർത്തു കളയുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് തുനിയുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പ്രകോപനം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ദിവസങ്ങൾക്ക് മുൻപാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അത്രയധികം നാണക്കേട് പാകിസ്ഥാന്റെ സൈന്യത്തിനും പാക് ഭരണകൂടത്തിനും ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അതിനൊരു മറുപടി നൽകാൻ, ആ ക്ഷീണം തീർക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് പാകിസ്ഥാൻ ശ്രമിക്കും. അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ ഘട്ടം മാത്രമാണ് അടുത്ത കാലത്ത് നടന്നത് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമൊക്കെ നമ്മുടെ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ പഹൽഗാം മോഡലിൽ ഒരു ഭീകരാക്രമണം ഭാരതത്തിനകത്ത് പാകിസ്ഥാൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മുകളിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കനത്ത തിരിച്ചടിയാകും പാകിസ്ഥാനെയും ഇസ്ലാമാബാദിനെയും കാത്തിരിക്കുന്നത് എന്ന സന്ദേശമാണ് ഭാരതം ഒരിക്കൽ കൂടി നൽകുന്നത്. ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ജിഷ്ണു കൃഷ്ണൻ. UN വേദിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് NK പ്രേമചന്ദ്രൻ MP. പാകിസ്ഥാൻ മത അന്ധതയുടെയും ഭീകരതയുടെയും അസഹിഷ്ണുതയുടെയും നാടാണ്. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ സ്ഥിരം നിലപാട്. UN 4th കമ്മിറ്റിയിൽ പ്രസംഗിക്കവെയായിരുന്നു NK പ്രേമചന്ദ്രന്റെ നിശിത വിമർശനം. പാകിസ്ഥാൻ ഭീകരതയുടെയും മതാന്ധതയുടെയും അസഹിഷ്ണുതയുടെയും കേന്ദ്രമെന്നാണ് NK പ്രേമചന്ദ്രൻ MPയുടെ പരാമർശം. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ അജണ്ട. UN-ലെ പ്രത്യേക രാഷ്ട്രീയ കോളനി വിരുദ്ധ കമ്മിറ്റിയായ 4th കമ്മിറ്റിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു MP NK പ്രേമചന്ദ്രൻ. In this context, it is regrettable that Pakistan continues to abuse this August forum by peddling lies and falsehoods about the Indian Union territory of Jammu and Kashmir. It is ironic that a country which is infamous across the globe for using terrorism as an instrument of state policy
has attempted to cast aspersions on the world's largest democracy. Pakistan is the fountainhead of terror, violence, bigotry, intolerance, and extremism. As recently as April this year, terrorists trained and sponsored by Pakistan murdered 26 innocent civilians in Pahalgam in Jammu and Kashmir. We call upon Pakistan. ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും അവിടെ പാകിസ്ഥാനെ കടന്നുകയറാൻ അനുവദിക്കില്ലെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. Jammu and Kashmir is and will always remain an integral and inalienable part of India. Mr. Chair, in my closing remarks, India reiterates its firm belief that pursuing a pragmatic approach towards decolonization would lead to fulfillment of legitimate wishes of the people of non-self-governing territories. കോളനിവൽക്കരണത്തിനെതിരായ നിലപാടിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജനം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ള. വഴിപാടുകളിലായി ലഭിച്ച 255.83 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു. രജിസ്റ്ററിലും മുദ്രപത്രത്തിലുമുള്ള കണക്കുകളിലാണ് പൊരുത്തക്കേട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർണായക കണ്ടെത്തൽ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്ട്രോങ് റൂമിലെ സ്വർണം നഷ്ടപ്പെട്ടതായാണ് 2020-21 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. വഴിപാടിനങ്ങളിൽ നിന്നായി ലഭിച്ച സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ലഭിക്കുന്ന സ്വർണം, വെള്ളി ഉരുപ്പടികൾ തിരുവാഭരണം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം മുദ്രപ്പൊതി എന്ന പേരിൽ പൊതികളാക്കിയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സ്വർണം ഉരുപ്പടികൾ അടങ്ങിയ ഒരു പൊതിയും വെള്ളി ഇനങ്ങളുടെ മറ്റൊരു പൊതിയും ഉണ്ടായിരുന്നു. 199 ഉരുപ്പടികളിലായി 3247.90 ഗ്രാം സ്വർണമുണ്ടെന്നാണ് രജിസ്റ്ററിലുള്ളത്. എന്നാൽ മുദ്രപ്പൊതിയിൽ രേഖപ്പെടുത്തിയിരുന്നതാകട്ടെ 2992.07 മാത്രം. അതായത് 255.83 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായുള്ള വിഭാഗമാണ് സ്വർണം കാണാതായ വിവരം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു. അതുവരെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഓഡിറ്റ് വിഭാഗത്തിന് നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായതായാണ് സംശയം. ജനം, കോട്ടയം. വയനാട് വള്ളിയൂർക്കാവിൽ സൂക്ഷിച്ചുവെച്ച ചന്ദനം കാണാതായ വിഷയത്തിൽ വിചിത്രവാദവുമായി വള്ളിയൂർക്കാവ് ദേവസ്വം. കാണാതായ ചന്ദനത്തടികൾ ചിതലരിച്ചു പോയെന്നാണ് ക്ഷേത്രം അധികൃതരുടെ വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ചന്ദനം കാണാതായത് സംബന്ധിച്ച ജനം TV വാർത്തയെ തുടർന്നാണ് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ 25.6 കിലോ ചന്ദനം കാണാനില്ലെന്ന് കണ്ടെത്തി. എന്നാൽ ചന്ദനം ചിതലരിച്ചു പോയെന്നാണ് വള്ളിയൂർക്കാവ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് BJP പറഞ്ഞു. ചന്ദനം പോയത് ഇപ്പോൾ സമ്മതിക്കുകയാണ്. ഒരു കണക്കിന് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ ആരോപണമാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ സമ്മതിച്ചപ്പോൾ പറയുന്നത് 26 കിലോ ചന്ദനവും അവിടുത്തെ ചെതല് തിന്നുപോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള വാദങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. പക്ഷെ പൊതുജനങ്ങൾ മുഴുവൻ കഴുകുകയാണ് എന്ന് വിചാരിക്കരുത്. ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ചന്ദനം മാത്രമല്ല, അവിടുത്തെ കോടിക്കണക്കിന് രൂപ വില വരുന്ന പലതരത്തിലുള്ള, അതായത് സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള ജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ചിട്ടുള്ള ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഒരു പാവം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ മറയാക്കിക്കൊണ്ട്, കരുവാക്കിക്കൊണ്ട് ഒരു ദിവസം പാതിരാത്രിയിൽ അവിടുത്തെ ഒരുപാട് റെസീറ്റ് കുറ്റികൾ കത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കടത്തും ഭൂമി തട്ടിപ്പും ഉൾപ്പെടെ വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് വള്ളിയൂർക്കാവിലെ ചന്ദനമോഷണവും പുറത്തുവരുന്നത്. ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവകാലത്ത് ചന്ത നടത്താൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയ വകയിൽ 25 ലക്ഷം രൂപയാണ് ലഭിക്കാനുള്ളത്. മാത്രമല്ല, ക്ഷേത്ര പരിസരത്ത് നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരന് പൊള്ളലേറ്റതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും BJP നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ജനം, വയനാട്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP 71 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് BJP പ്രഖ്യാപിച്ചത്. 101 സീറ്റുകളിലാണ് BJP ബീഹാറിൽ മത്സരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ വീണ്ടും തത്സമയം ചേരുകയാണ്. ജിഷ്ണു, ഈ 2 ഘട്ടമായി നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 101 സീറ്റുകളിൽ BJP ഇക്കുറി മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്നാണല്ലോ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്വഭാവം എന്താണ് ജിഷ്ണു? ഗൗതം, 71 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, പ്രധാനമന്ത്രി ഉൾപ്പെടെ BJPയുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്. 101 സീറ്റുകളിലാണ് 243 അംഗ ബീഹാർ നിയമസഭയിൽ 101 സീറ്റുകളിലാണ് BJP ഇത്തവണ മത്സരിക്കുന്നത്. NDAയിൽ JDUവും 101 സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 29 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ NDAയ്ക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇപ്പോൾ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. ബീഹാറിൽ സാമ്രാട് ചൗധരി താരാപൂർ മണ്ഡലത്തിൽ മത്സരിക്കും. കൂടാതെ വിജയ് സിൻഹ ഗലീസരായ് മണ്ഡലത്തിൽ മത്സരിക്കും. മുതിർന്ന നേതാക്കളായ രാം കൃപാൽ യാദവിനെ ധാനാപൂരിലും പ്രേംകുമാറിനെ ഗയ മണ്ഡലത്തിലുമാണ് BJP നിർത്തിയിട്ടുള്ളത്. കൂടാതെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മംഗൾ പാണ്ഡെ സിവാനിൽ മത്സരിക്കും. അത്തരത്തിൽ 71 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ തവണ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ NDAയിലും ഒപ്പം ബീഹാറിലും വ്യക്തമായ മേൽക്കൈ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. അവിടെ നമുക്കറിയാം, ജനതാദൾ രാഷ്ട്രീയത്തിന് കൂടുതൽ വേരുറപ്പുണ്ടായിരുന്ന പ്രാദേശികവാദവും ജാതി രാഷ്ട്രീയത്തിനും ജാതി സമവാക്യങ്ങൾക്കുമെല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ബീഹാറിന്റെ മണ്ണിൽ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വാധീനം നേടിയെടുക്കാൻ, ജനങ്ങളുടെ വിശ്വാസം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഭാരതീയ ജനതാ പാർട്ടി പുറത്തിറക്കിയിരിക്കുകയാണ്. 101 സീറ്റുകളിൽ മത്സരിക്കുന്ന BJP 71 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനതാദൾ യുണൈറ്റഡും 101 സീറ്റിൽ മത്സരിക്കും. NDAയുടെ മറ്റൊരു സഖ്യകക്ഷിയായ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി 29 സീറ്റിലുമാണ് ബീഹാറിൽ മത്സരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ CPM മാവോയിസ്റ്റിന് കനത്ത തിരിച്ചടി. CPI മാവോയിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും 60ഓളം കമ്മ്യൂണിസ്റ്റ് ഭീകരരും കീഴടങ്ങി. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലാണ് മാവോയിസ്റ്റ് നേതാവടക്കം ആയുധം വെച്ച് കീഴടങ്ങിയത്. സോനു എന്ന മല്ലൂജുല വേണുഗോപാൽ റാവുവും സംഘവുമാണ് സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. താനും മറ്റ് നിരവധി പേരും വെടിനിർത്തലിന് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ CPI മാവോയിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം സോനു എന്ന മല്ലുജുല വേണുഗോപാൽ റാവു നടത്തിയിരുന്നു. മാവോയിസ്റ്റുകളുടെ ഉപമേഖലാ ബ്യൂറോകളിൽ നിന്ന് സോനുവിന്റെ നിലപാടിന് പിന്തുണ ലഭിച്ചു. തുടർന്നാണ് 60 കേഡറുകൾക്കൊപ്പം സോനു മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിൽ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സംസ്ഥാന സർക്കാരുകളുടെയും നേതൃത്വത്തിൽ പോലീസ് നടത്തിയ തുടർച്ചയായ ഓപ്പറേഷനുകളുടെ ഫലമാണ് കീഴടങ്ങലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സോനുവിന്റെ കീഴടങ്ങൽ രാജ്യത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ. 2026 രാജ്യത്തുടനീളം തീവ്രവാദ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കുക എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യത്തിലെ വലിയ വിജയമാണ് മാവോയിസ്റ്റുകളുടെ കീഴടങ്ങൽ. കീഴടങ്ങണമെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മാവോയിസ്റ്റുകൾ കത്തിലൂടെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും വെടിനിർത്തൽ സാധ്യമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. പാക് പ്രധാനമന്ത്രിയുടെ തൊട്ടരികിൽ നിന്ന് മോദിയെ പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപ്. ഭാരതം ഒരു മഹത്തായ രാജ്യമാണെന്നും അതിൻ്റെ തലപ്പത്ത് തൻ്റെ നല്ല സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു. ഭാരതവും പാകിസ്ഥാനും ഒരുമിച്ച് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ മറുപടി. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച ഗാസയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഈജിപ്തിൽ നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ മോദി പ്രശംസ. ഭാരതം ഒരു മഹത് രാജ്യമാണ്. ഭാരതത്തിന്റെ തലപ്പത്തുള്ളത് തന്റെ സുഹൃത്താണെന്നും അദ്ദേഹം ചെയ്യുന്നത് മികച്ച കാര്യങ്ങളാണെന്നും ട്രംപ് പറഞ്ഞു. വേദിയിൽ ട്രംപിന്റെ തൊട്ടുപിറകിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സ്ഥാനം. ഭാരതവും പാകിസ്ഥാനും നന്നായി മുന്നോട്ടു പോകുമെന്നാണ് തന്റെ പ്രതീക്ഷ. അത് ശരിയല്ലേ എന്ന് പാക് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ട്രംപിന്റെ ചോദ്യം. തലയാട്ടിക്കൊണ്ടുള്ള ഒരു ചിരിയായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം.
is a great country with a very good friend of mine at the top, and he's just done a fantastic job. And I think that Pakistan and India are going to live very nicely together, right? That's not a very... They are. And they're two great, I'd say, leaders, great leaders as far as I'm concerned. 20ഓളം രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടായിട്ടും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഭാരതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യമാണ് മോദി പങ്കെടുക്കാതിരിക്കാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഗാസ സമാധാന കരാറിൽ ട്രംപുമായി മോദി ഫോൺ സംഭാഷണം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ മോദി പ്രശംസ. ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിന് ട്രംപിനെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഇരു നേതാക്കളും തമ്മിലുള്ള രണ്ടാമത്തെ ഫോൺ സംഭാഷണമായിരുന്നു അത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഡൽഹി ടെസ്റ്റ് 5ാം ദിനം വരെ നീട്ടിയതിന്റെ ആശ്വാസത്തിലാണ് വെസ്റ്റ് ഇൻഡീസ്. 7 വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയ ഭാരതം പരമ്പര തൂത്തുവാരി. കുൽദീപ് യാദവ് പ്ലെയർ ഓഫ് ദ മാച്ചും രവീന്ദ്ര ജഡേജ പ്ലെയർ ഓഫ് ദ സീരീസുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ 7 വിക്കറ്റിന്റെ ആധികാരിക ജയവുമായാണ് ഭാരതം 2 മത്സര പരമ്പര തൂത്തുവാരിയത്. 58 റൺസുമായി പുറത്താകാതെ നിന്ന KL രാഹുലാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഭാരതം നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്. 121 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യ അവസാന ദിനം 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ജയം സ്വന്തമാക്കിയത്. ഇന്നലെ 2-ന് 173 എന്ന നിലയിൽ 4ാം ദിനം ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് ജോൺ ക്യാമ്പലിന്റെയും ഷായ് ഹൂപ്പിന്റെയും സെഞ്ചുറികളുടെ കരുത്തായിരുന്നു ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കിയത്. 2 ഇന്നിംഗ്സിൽ നിന്നായി 8 വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവാണ് കളിയിലെ താരം. ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത രവീന്ദ്ര ജഡേജയാണ് പരമ്പരയിലെ താരം. സ്പോർട്സ് ഡെസ്ക്, ജനം. പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ഇനി അത് വെറുമൊരു പഴഞ്ചൊല്ലായി മാത്രം തള്ളിക്കളയാനാവില്ല. പൊന്ന് കായ്ക്കുന്ന മരം അക്ഷരാർത്ഥത്തിൽ പുരയ്ക്ക് മീതെ വളർന്നേക്കാം. ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന ഈ കണ്ടെത്തലിൻ്റെ വിശേഷങ്ങളോടെ ഇന്നത്തെ 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. സ്വർണത്തിന് ദിനം പ്രതി വില കുതിച്ചുയരുന്നു. ഇക്കാലത്ത് ഒരു തിരി പൊന്നു വാങ്ങാൻ തന്നെ എത്ര നാളത്തെ അധ്വാനം വേണം. പഴമക്കാർ പറയും പോലെ പൊന്നു കായ്ക്കുന്ന ഒരു മരമുണ്ടെങ്കിൽ പണ്ടേക്കു പണ്ടേ നമ്മൾ പണം വാരിയേനെയല്ലേ. എന്നാൽ ഇനിയത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ തള്ളിക്കളയേണ്ട ഒന്നല്ല. പൊന്നു വേണമെങ്കിൽ മരത്തിലും കായ്ക്കും. വെറുതെ പറയുകയല്ല. ഫിൻലൻഡിലെ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പുതിയ കണ്ടെത്തലാണത്. ഫിൻലൻഡിലെ നോർവേ സ്പ്രൂസ് മരങ്ങളുടെ സൂചി പോലുള്ള ഇലകളിലാണ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയത്. നോർവേ സ്പ്രൂസ് എന്ന് കേട്ടാൽ അത്ര പരിചയമുണ്ടാവില്ല നമുക്ക്. പക്ഷേ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മഞ്ഞു വീഴുന്ന ക്രിസ്മസ് കാലത്ത് മിന്നിത്തിളങ്ങുന്ന കുഞ്ഞു ബൾബുകൾ തൂക്കി കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ആ ക്രിസ്മസ് ട്രീ തന്നെയാണ് കക്ഷി. ഔലു സർവകലാശാലയിലെയും ഫിൻലാൻഡിലെ ജിയോളജിക്കൽ സർവേയിലെയും ഗവേഷകർ ചേർന്നാണ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയത്. ഈ മരങ്ങളുടെ നീളമേറിയ വേരുകൾ ആഴത്തിലുള്ള സ്വർണത്തെ വരെ വലിച്ചെടുക്കും. 100 അടിയിലധികം ആഴത്തിൽ കിടക്കുന്ന സ്വർണത്തിന്റെ അംശങ്ങളെ വെള്ളത്തോടൊപ്പം ഈ വേരുകൾ വലിച്ചെടുക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്ന സ്വർണം മരത്തിന്റെ തടിയിലൂടെ സഞ്ചരിച്ച് ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തുന്നു. മരത്തിനുള്ളിലെ ചില ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും ലയിച്ച ഈ സ്വർണത്തെ കട്ടിയുള്ള സ്വർണ്ണ കണങ്ങളാക്കി മാറ്റുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ മുടിയേക്കാൾ നേർത്തതായതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവയെ കാണാൻ നമുക്കാവില്ല. മരത്തിന്റെ ഇലകളിലാണ് ഇത്തരത്തിലുള്ള സ്വർണം ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുടെ ഇലകൾ പരിശോധിച്ചാൽ ആ പ്രദേശത്തിന്റെ അടിയിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടോ എന്ന് എളുപ്പത്തിൽ കണ്ടെത്താമെന്നതും പ്രത്യേകതയാണ്. ഈ പ്രക്രിയ നോർവേ സ്പ്രൂസ് മരങ്ങളിൽ മാത്രമാണോ എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഭാവിയിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ മരങ്ങളെ ആശ്രയിക്കാമെന്നതും ഒരു സാധ്യതയായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പൊന്നു കായ്ക്കുന്ന മരം നട്ടുവളർത്തുന്ന കാലം വിദൂരമല്ലെന്ന്. സയൻസ് ഡെസ്ക്, ജനം.